ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ആനിവേഴ്സറിക്ക് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുക എന്നുള്ളത്. അങ്ങനെ ഇന്നാണ് ആ ഡേ. ആനിവേഴ്സറി ആയിട്ട് ഞാൻ മാത്രമാണ് പോകുന്നതെന്ന് ചോദിക്കരുത്. അശ്വിന് ഓഫീസ് കഴിഞ്ഞ് നേരിട്ട് എയർപോർട്ടിലേക്ക് എത്തും. ഞാനപ്പോൾ ലഗേജൊക്കെ കൊണ്ട് നേരെ ഫ്ലാറ്റിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോയി. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് മുംബൈയുടെ ഐക്കോണിക് മറ്റേ റെഡ് എന്നല്ല യെല്ലോ ആൻഡ് ബ്ലാക്ക് ടാക്സിയിൽ കയറുന്നത്. ഊബറിൽ ബുക്ക് ചെയ്തപ്പം വന്നതാണ്. ഉള്ളിൽ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല, എന്നാലും ഇത്രയും വർഷത്തെ പഴക്കമുണ്ടല്ലോ. ഇതാണ് കേട്ടോ അടൽ സേതു, ഇന്ത്യാസ് ലോങ്ങസ്റ്റ് സീ ബ്രിഡ്ജ്. നമ്മൾ അടൽ സേതുവിൻ്റെ അടുത്തായിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതിൽ നിന്ന് പക്ഷേ മെയിൻ മുംബൈയിലേക്ക് പോകാൻ ഡെയിലി അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ടോളാണ്. പക്ഷെ അടിപൊളി റോഡാണ്. എനിക്ക് കുറച്ച് ന്യൂയോർക്ക് വൈബ്സ് ഒക്കെ തോന്നാറുണ്ട്. അതേപോലത്തെ റോഡാണ്. ന്യൂയോർക്കൊന്നും കണ്ടിട്ടില്ല, എന്നാലും അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. ഞാനാണ് ഫസ്റ്റ് എത്തിയത്. അശ്വിൻ കറൻസി കൂടെ എക്സ്ചേഞ്ച് ചെയ്തിട്ടേ എത്തത്തുള്ളൂ. സോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് പിന്നെ ഇത് കണക്റ്റിംഗ് ഫ്ലൈറ്റ് അല്ല, മുംബൈ ടു ഡൽഹി, ദെൻ ഡൽഹി ടു ഡെസ്റ്റിനേഷൻ, ഇങ്ങനെയാണ്. അശ്വിൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് എത്തിയപ്പോഴേക്കും ലേറ്റായി. നമ്മൾ പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഓടിപ്പിടിച്ചാണെങ്കിലും ബൈ ടൈം നമ്മളത് കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇമിഗ്രേഷൻ ഇവിടെയല്ല വരുന്നത്. കണക്റ്റിംഗ് ആയതുകൊണ്ട് ഡൽഹിയിൽ വെച്ചാണ് ഇമിഗ്രേഷൻ. സോ ഇവിടുത്തെ കാര്യങ്ങൾ വേഗം തന്നെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഫ്ലൈറ്റിൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാനിങ്ങനെ ഫോണിൽ കുത്തി കളിച്ചും കിടന്നുറങ്ങിയും അങ്ങനെ എൻ്റെ സമയം കളയും. അശ്വിൻ എപ്പോഴും ഒരു ബുക്ക് ട്രാവൽ ചെയ്യാൻ നേരത്ത് എടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സൈഡ് സീറ്റിന് എപ്പോഴും അടിയായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം സൈഡ് സീറ്റ് അശ്വിനെ അങ്ങ് വിട്ടുകൊടുത്തു. അങ്ങനെ പിന്നെ ദ ബെസ്റ്റ് പാർട്ട് ഓഫ് എയർ ഇന്ത്യ, ഫ്രീ ഫുഡാണ്. നമ്മൾ മര്യാദയ്ക്ക് ഉറങ്ങാൻ സമ്മതിക്കില്ല, ഉറങ്ങുമ്പോഴേക്കും ഫുഡ് എത്തും. അതാണ് ഒരു പ്രശ്നം. പക്ഷേ എന്തായാലും ഫുഡ് കിട്ടുമല്ലോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ അത്യാവശ്യം നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഡൽഹി എത്തി. പിന്നെ ഇവിടെ ഇനി ഓട്ടം തന്നെയാണ്. കാരണം 1.5 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ ഇമിഗ്രേഷൻ, സെക്യൂരിറ്റി ചെക്കിൻ ഇതെല്ലാം തീർക്കണം. അങ്ങനെ ഡൽഹി എത്തിയപ്പോഴും ഈ ഫ്ലൈറ്റ് എത്തിയപ്പോഴാണെങ്കിലും കുറച്ച് പറഞ്ഞ ടൈമിനേക്കാളും കുറച്ചും കൂടി ഡിലേ ആയി. സോ ഇവിടെയും ഭയങ്കര ഓട്ടമായിരുന്നു. പക്ഷേ ഇമിഗ്രേഷനിൽ എന്തോ ഭാഗ്യം കൊണ്ട് ഒരൊറ്റ കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. സോ ഭയങ്കര ഈസി ആയിട്ട് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പിന്നെയും അവിടെ കുറച്ച് ഫ്രീ ടൈം കിട്ടി. സത്യം പറഞ്ഞാൽ കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഈ എയർ ഇന്ത്യ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഇതും എയർ ഇന്ത്യ തന്നെയാണ്. ഇവിടെ ഫ്രീ ഫുഡും ലിക്വറും കിട്ടും. ആൻഡ് നല്ല ഷാളൊക്കെ തന്ന് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം.